ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഇതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിരട്ടയും പിസ്റ്റയുടെ ഷെല്ലുമാണ്. അപ്പോൾ ഇത് ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കുക നമുക്ക്. ഇതിനായിട്ട് നമ്മൾ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ചിരട്ട തീയിൽ കാണിച്ചിട്ട് ഒന്ന് അതിൻ്റെ പുറത്ത് മൂരിയൊക്കെ ഒന്ന് കരിയിച്ച് കളയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ ചുരണ്ടി കളയണ്ടേ. അപ്പോൾ അതിൽ എളുപ്പം ഇങ്ങനെ നമ്മൾ പുറത്തുള്ള മൊഴിയൊക്കെ ഇങ്ങനെ ഒന്ന് കരിയിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ചുരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിരട്ടയുടെ പുറം ഭാഗമൊക്കെ വളരെ ക്ലീനായിട്ട് കിട്ടും. ഇനി ഇത്രയും ക്ലീനായ പോരാ, നല്ലോണം മിനുസം വേണം എന്നൊക്കെ ഉള്ളവർ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സാൻഡ് പേപ്പർ യൂസ് ചെയ്യാനായിട്ട് പോയില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ പിസ്റ്റയുടെ ഷെല്ലുണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ പിസ്റ്റയുടെ ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിസ്റ്റയുടെ ഷെല്ല് ഏകദേശം ഒരുപോലെയുള്ള ഷെല്ലുകൾ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് പോരൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ ചിരട്ടയുടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അടിഭാഗത്തും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കില്ല. പിന്നെ ഏത് ചിരട്ട എടുത്തിട്ടുള്ളതിൻ്റെ അതിൻ്റെ പകുതിയും മറ്റൊരു ഭാഗം ഉണ്ടാവുമല്ലോ, അതേ ഭാഗം തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് നമുക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഞാനിങ്ങനെ ഒരു ബ്ലാക്കും ഗോൾഡൻ കളറും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു കോൺട്രാസ്റ്റ് എന്ന പോലെ ഒരു വൈറ്റ് കളറാണ് ഇവിടെ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ ഒരു കോട്ട് കൊടുത്ത് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഗോൾഡൻ കളർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഷെൽസ് വെച്ച ആ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് കൊടുത്തിട്ട് പോരാന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഒരു കോട്ടും കൂടി കൊടുത്തോളൂ, എന്നാലാണ് അത് കാണാനൊരു നല്ല അട്രാക്ഷൻ തോന്നുള്ളൂ. അപ്പോൾ ചെറിയ ഡിസൈൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇയർബഡ്സ് വെച്ചിട്ട് അക്രിലിക് കളേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഒക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ആണി ഇതിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ചിരട്ടയുടെ മുകളിൽ വേണമല്ലോ പിടിക്കാനായിട്ട്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ആണി മുകളിൽ അടിച്ചു കൊടുത്തിരിക്കുന്നത്. വെറുതെ പ്ലെയിൻ ആയിട്ട് ആ ഭാഗം ഇടണ്ടെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു വാലി പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പെയിൻ്റ് ഒന്നും പോവാതിരിക്കണം, കുറേ കാലം ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വാർണിഷ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉൾഭാഗത്ത് നമ്മളൊന്നും ചെയ്യണില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാറുള്ളത് സാധാരണയായിട്ട് ടേബിളിൻ്റെ പുറത്ത് ഉപ്പ് വയ്ക്കാനും എന്നപോലെ ചട്നിപ്പൊടി വയ്ക്കാനും ഒക്കെയാണ്. അപ്പോൾ ഉള്ളിൽ നമ്മൾ വാർണിഷൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ ഇതിന് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാധാരണ ചിരട്ടയുടെ ആ നാച്ചുറാലിറ്റി ഉള്ളിൽ അതുപോലെ തന്നെയാണ്, പുറം ഭാഗത്ത് മാത്രമാണ് ഡെക്കറേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഒരു ഐഡിയ അല്ലേ ഇത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്നപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ വീട്ടിൽ. അത് സാധാരണ ഉള്ളൻ നൂലുകൊണ്ട് വീടിൻ്റെ ഇൻഡോറിൽ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് ചിരട്ടയാണെന്നുള്ളത്. ഇനി ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. ഇനി നല്ല വീഡിയോസായിട്ട് വരണവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.